ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനോട് കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് ആയമാർ കുഞ്ഞിനെ ഉപദ്രവിച്ചു. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഇത് ശിശുക്ഷേമ സമിതിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നത്. സംഭവിച്ചത് എന്താണ് എന്നതാണ്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനോടാണ് കൊടും ക്രൂരത ആയമാർ കാണിച്ചിരിക്കുന്നത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. ഈ ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോക്സോ ചുമത്തിയിട്ടുണ്ട്. കുറ്റകൃത്യം നടത്തിയതിന് ഒപ്പം ഇത് മറച്ചുവെച്ചതിന് ആണിപ്പോൾ കേസെടുത്തിട്ടുള്ളത്. 3 ആയമാർക്കെതിരെയാണ് കേസ്. ശിശുക്ഷേമ സമിതി തന്നെ ഇതിൽ പരാതി നൽകുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെയധികം വേദനയുണ്ടാക്കുന്ന ഒന്നാണ്, ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് പുറത്തു വരുന്നത്. 2.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ്, ആ കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നുള്ളതിനാണ് ഈ കൊടും ക്രൂരത. കുഞ്ഞിനെ നോക്കാൻ ചുമതലയുള്ള ആയമാർ, 3 ആയമാർ ചേർന്നാണിത് ചെയ്തിട്ടുള്ളത് എന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുഞ്ഞിൻ്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. ഇത് ഏത് തരത്തിലേക്കാണ്, ഇതെങ്ങനെയാണ് പുറത്തു വന്നത്, ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. 3 പേർക്കുമെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഉപദ്രവിച്ച കാര്യം മറച്ചു വച്ചതിനുമാണ് കേസ്. കുട്ടിക്ക് അടിയന്തരമായി തന്നെ ചികിത്സ നൽകിയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി പരാതി നൽകുകയായിരുന്നു. അറസ്റ്റിലായ ആയമാർ അജിത, മഹേശ്വരി, സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത്. ശിശുക്ഷേമ സമിതിയിലാണ് ഈ കൊടും ക്രൂരത കുഞ്ഞിനോട് കാണിച്ചിരിക്കുന്നത് ആയമാർ. ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, ഇത്തരമൊരു കാര്യം ശിശുക്ഷേമ സമിതിയിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലായത്? അനുജ, കുട്ടികളുടെ പരിപാലനത്തിനായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ഇത്രയും ക്രൂരമായ ഒരു വിവരം പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞുങ്ങളെ പാർപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. അവിടെ വെച്ചാണ് 2.5 വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. അവിടെ ഈ 3 ആയമാരാണ് ഈ 2.5 വയസ്സുകാരുടെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്നത്. ഇവർക്ക് 3 പേർക്കെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട്. 3 ആയമാരെയും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഉപദ്രവിച്ചതിനും ഒപ്പം തന്നെ ഈ ഉപദ്രവിച്ച വിവരം മറ്റ് അധികാരികളിൽ നിന്നും മറ്റും മറച്ചു വെക്കുകയും ചെയ്തതിനാണ് കേസെടുത്തിരിക്കുന്നത്. കുട്ടിക്ക് ഇപ്പോൾ ചികിത്സ നൽകുകയാണ്, ചികിത്സ തുടരുകയും ചെയ്യുന്നതെന്നാണ് ശിശുക്ഷേമ സമിതിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുണിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസെടുക്കുകയും നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരാണ് ഇതിന്റെ അറസ്റ്റിലായിരിക്കുന്നത്. ഇപ്പോൾ ഈ പോക്സോ കേസ് ചുമത്തപ്പെട്ട കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു ഈ കാര്യമായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം, ഈ കുട്ടികളെ ഉറക്കുകയും അല്ലെങ്കിൽ അവരെ പരിപാലിക്കുകയൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഈ ആയമാരായ ഈ ജീവനക്കാർ അത് വേഗത്തിൽ തീർത്തു പോകുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ ഉപദ്രവിക്കുകയും അവരെ പിഞ്ചു കുഞ്ഞുങ്ങളെന്ന പരിഗണന പോലും നൽകാതെ ശാസിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ കുട്ടിയെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചത് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന കുറ്റം ചൂണ്ടിക്കാണിച്ചാണ്. കേവലം 2.5 വയസ്സ് മാത്രമുള്ള കുട്ടിയോടാണ് ഈ ക്രൂരത നടത്തിയത്. ഈ സംഭവം ഇന്നാണോ ഉണ്ടായത് ശ്രീജിത്ത്? 2 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ വിവരം, കുട്ടിക്ക് ജനനേന്ദ്രിയത്തിൽ മുറിവേറ്റ വിവരം, അതുപോലെ പരിക്കേറ്റ വിവരം മറ്റാളുകൾ വഴിയാണ് ഈ ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹികൾ അറിയുന്നത്. അങ്ങനെയാണ് ഇതൊരു വലിയ പ്രശ്നമായി മാറുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ പരാതി നൽകുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 3 ആയമാർ, അതായത് മഹേശ്വരി, അജിത, സിന്ധു എന്നീ 3 പേരെ ഇപ്പോൾ പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്കെതിരെ പോക്സോ കുറ്റവും ചുമത്തിയിട്ടുണ്ട്. അതായത് 30ഓളം കുട്ടികൾ ഈ ശിശുക്ഷേമ സമിതിയുടെ സംസ്ഥാന ആസ്ഥാന കാര്യാലയത്തിന് സമീപത്തുള്ള ഈ കേന്ദ്രത്തിൽ പരിപാലിക്കുന്നുണ്ട്. നമുക്ക് അറിയാം, നേരത്തെ പല കേസുകളിലും ഒക്കെ തന്നെ അവിടെ കുട്ടികളെ പാർപ്പിച്ചതും മറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ അവിടെ ഒരു അമ്മത്തൊട്ടിലും പ്രവർത്തിക്കുന്നുണ്ട്. ഈ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുന്ന അനാഥ കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിന് വേണ്ടിയാണ് ശിശുക്ഷേമ സമിതിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ തന്നെ ഇത്തരം ഒരു കേന്ദ്രം, പരിപാലന കേന്ദ്രമുള്ളത്. അവിടെ ഈ കുട്ടികളെ പരിപാലിക്കാനായി നിരവധി ജീവനക്കാരുമുണ്ട്. അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട ജീവനക്കാരുടെ ഭാഗത്തു നിന്നാണ് അവിടെ സന്ദർശനം കഴിയുന്ന കുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. എന്തായാലും 3 പേർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർക്കെതിരെ പോക്സോ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്നാൽ ഈ സംഭവം ഇങ്ങനെ കുട്ടിയെ മുറിവേൽപ്പിച്ചത് ഈ 3 ആയമാരും രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു.